ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ മെഷീനും കൂടി താനാണെന്ന് ലയണൽ മെസ്സി തെളിയിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമായിരുന്നു ഇതുവരെ 900 എന്ന മാന്ത്രിക സംഖ്യ തൻ്റെ കരിയർ ഗോളുകൾ താണ്ടാൻ ഉപയോഗിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം 900 എന്ന ഇംപോസിബിൾ നമ്പറിലേക്ക് എത്തിയത് മറ്റാരുമല്ല, ലയണൽ മെസ്സി തന്നെയാണ്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ 900 ഗോളുകൾ അടിക്കാൻ വേണ്ടി വന്നതിനേക്കാൾ ചെറിയ പ്രായത്തിൽ അതിനേക്കാൾ കുറവ് മത്സരങ്ങളിലാണ് ലയണൽ മെസ്സി ഈ ഒരു ഹിറ്റ് ചെയ്തത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. 1142 മത്സരങ്ങളിൽ നിന്നാണ് ലയണൽ മെസ്സി 900 ഗോളുകൾ എന്ന മാന്ത്രിക സംഖ്യ കടന്നത്. മെസ്സി 900 ഗോളുകൾ കടന്നെങ്കിൽ പോലും മെസ്സിയുടെ ടീമായിട്ടുള്ള മയാമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുഃഖകരമായിട്ടുള്ള ദിവസമാണ്. കാരണം നോർത്ത് അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗ് എന്നറിയപ്പെടുന്ന കോൺകാഫ് കപ്പിലായിരുന്നു റൗണ്ട് ഓഫ് 16 ഇന്ന് നാഷ്വില്ലെയും ലയണൽ മെസ്സിയുടെ ഇന്റർ മിയാമിയും തമ്മിൽ നടന്ന മത്സരം. ആ മത്സരത്തിൽ നാഷ്വില്ലെ മറികടന്ന് മുന്നോട്ട് പോകുന്നതിൽ ഇന്റർ മിയാമി പരാജയപ്പെട്ടു. അതുകൊണ്ട് റൗണ്ട് ഓഫ് 16 നാഷ്വില്ലയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി ഇന്റർ മിയാമി പടിയിറങ്ങുന്നുണ്ട്. പക്ഷേ ലയണൽ മെസ്സി എന്ന മനുഷ്യൻ്റെ കാൽക്കീഴിലാവാൻ ഇനി ഫുട്ബോളിൽ സിംഹാസനങ്ങളും കിരീടങ്ങളും ഒന്നുമില്ല എന്നെടുത്ത് പറയണം. ഏറ്റവും വേഗതയേറിയ 50 ഗോള്, 100 ഗോള്, 150 ഗോള്, 200 ഗോള്, അങ്ങനെ പോയി 900 വരെ ഏറ്റവും വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു ഇതിഹാസ പുരുഷൻ തന്നെയാണ് ഇപ്പം ലയണൽ മെസ്സി എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ കിരീടത്തിൻ്റെ മകുടത്തിന് മുകളിൽ തിലകം ചാർത്തുന്ന പോലെ ഒരു ലോകകപ്പുണ്ട്. മൊത്തത്തിൽ മെസ്സിക്ക് ഇനി സ്വന്തമാക്കാൻ വേറെ ഒന്നും ഇല്ല ഫുട്ബോളിൽ. പുഷ്കാസ് അവാർഡ് മാത്രം മെസ്സിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മെസ്സിക്കായി.